എൻ്റെ പൊന്നുമക്കളെ, നമ്മുടെ ചിന്തകൾക്കും യുക്തിക്കും നിരക്കാത്ത കാര്യങ്ങളാവാം ഒരുപക്ഷെ ഞാനിവിടെ പങ്കുവെക്കുന്നത്. ഞങ്ങൾ ആരംഭിക്കുന്നു, നിങ്ങൾ അനുഭവിച്ചാലും. പേര് അപ്പണ്ണ ടെണ്ടുൽക്കർ. വയസ്സ് 19. അപ്പണ്ണ സർ, നിന്റെ ഫേവറേറ്റ് പ്ലെയർ ടെണ്ടുൽക്കറാ? അതെ സർ, അതുകൊണ്ടാണ് ഞാൻ ആ പേര് ചേർത്തത്. ഗുഡ്. അയ്യടാ ചിരി കണ്ടോ? ആ ചിരിക്ക് കൊടുക്കണം 1530 രൂപയും ടാക്സും. പേര് വെങ്കട് സർ. വയസ്സ് 16 സർ. ഫേവറേറ്റ് പ്ലെയർ ധോണി സർ. പറയുന്ന അവരുടെ ഒരു സ്പിരിറ്റ് ഉണ്ടല്ലേ സാറേ. എന്തോ എന്നെ ഇഷ്ടമാണ് ആളുകൾക്ക്. പേര് ഗോവിന്ദ് സർ. വയസ്സ് 16. ഓക്കെ. സ്വാമിയെ നിന്നേ, അങ്ങനെ അങ്ങ് പോയാലോ? നിനക്ക് ഫേവറേറ്റ് ക്രിക്കറ്റർ ഒന്നുമില്ലേ? ഉണ്ട് സർ, എന്റെ ഫേവറേറ്റ് ക്രിക്കറ്റർ പെദ്ദിയാ സർ. പെദ്ദി? അതെ സർ, പെദ്ദി. ഇങ്ങനെ ഒരാളാ എന്താ അറിഞ്ഞൂടെ? ഇങ്ങനെ ഒരാളെ കണ്ടിട്ടേ ഇല്ല, എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. പേര് വാസു. എന്റെ ഫേവറേറ്റ് റെസ്ലർ പെദ്ദി സർ. പെദ്ദി? എനിക്കൊരു എത്തും പിടി കിട്ടണില്ല ഈശ്വര. എനിക്ക് തന്നെ ഒരു എത്തും പിടുത്തം കിട്ടണില്ല. പിന്നെയാണ് നിങ്ങൾക്ക് അത് കറക്റ്റ്. പെദ്ദി, പെദ്ദി. എന്റെ പേര് അരുൺ കുമാർ. എന്റെ ഫേവറേറ്റ് റണ്ണർ പെദ്ദി സർ. எதுக்குடா இங்க வந்த? ஏன்டா என்ன டென்ஷன் பண்ற? எங்க பார்த்தாலும் நீ. പെദ്ദി, പെദ്ദി. എന്റെ ഫേവറേറ്റ് റണ്ണർ പെദ്ദി. കേട്ട് കേട്ട് ഞാൻ മടുത്തു. എന്റെ അനന്ത, ഈ നാട്ടിലായാലും പത്രം നോക്കിയാലും ടി വി തുറന്നാലും പെദ്ദി, പെദ്ദി, പെദ്ദി. അതെ, അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക. പെദ്ദി അത് ഈ നാട്ടിലേതെങ്കിലും ദൈവത്തിന്റെ പേരാ? ആരവൻ? അവനോ? ബഹുമാനത്തോടെ സംസാരിക്കടാ. മഹാനല്ലേ മഹാൻ. ഇത് നിങ്ങൾ അവന്റെ കഥകൾ കേൾക്കണം. കഥകൾ കേട്ടാൽ നിങ്ങൾ ഇതൊന്നും അല്ല. സാറി ഇരിക്കുന്ന കല്ലിന്റെ പേര് വരെ പറ്റിയെന്നാ സാറേ. സത്യ സാറേ, പെദ്ദി 6 അടിച്ചപ്പോഴേ പന്തി ഈ കല്ലിൽ വന്ന് കൊണ്ടോണ്ടിട്ട പേരാ. അതെയോ? ഇത് ഭയങ്കര സംഭവം തന്നെ അല്ലേ ബോബി? ഈ ഗ്രൗണ്ടിൽ നിന്ന് അടിച്ച ഇവിടെ വന്ന് വീഴുന്നത് സ്വാഭാവികല്ലേ? സാറേ, അവൻ അടിച്ചതേ ഈ ഗ്രൗണ്ടിൽ കളിക്കുമ്പോ അല്ല സാറേ. താൻ എന്ത് പാടോ തലയും താലും ഇല്ലാതെ പിന്നെ ഓരോന്നൊക്കെ പറയുന്നത്? കാര്യം തുറന്നു പറയടോ. ആ ഗ്രൗണ്ട്, അതിന്റെ അടുത്ത ഗ്രൗണ്ട്, അതിന്റെ അപ്പുറത്തെ ഗ്രൗണ്ട്, 3 ഗ്രൗണ്ടിന്റെ അപ്പുറത്ത് അവൻ അടിച്ച സാറേ. ആളുകള് എന്തൊക്കെ കഥയല്ല അടിച്ചിറക്കുന്നത്. ഇതെന്നാ പറയുന്നത്? ഞാൻ ഇതുപോലെ കണ്ടിട്ടുണ്ട്. ഇത്ര അകലത്തില് ആ ഗ്രൗണ്ട്, അതിന്റെ അടുത്ത ഗ്രൗണ്ട്, അതിന്റെ അപ്പുറത്തെ ഗ്രൗണ്ട്, 3 ഗ്രൗണ്ടിന്റെ അപ്പുറത്ത് അവൻ അടിച്ച സാറേ. ഇവിടെ വെച്ചായത് ഭാഗ്യം. വല്ല വത്തിക്കാനിലോ മറ്റോ ആയിരുന്നെങ്കിൽ ഞങ്ങൾ അവിടെ വരെ വരേണ്ടി വന്നേനെ. ഇപ്പൊ പെട്ടി അഡ്രസ് ഉണ്ടാക്കാൻ നടക്കുക. അപ്പൊ അഡ്രസ് ഉണ്ടാക്കാൻ നടക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം പല അത്ലറ്റായിട്ട് പല സ്പോർട്സ് പരിപാടിയിൽ ഏർപ്പെടുന്നത്. ഇദ്ദേഹം ക്രിക്കറ്റ് കളിക്കുക വെച്ച് കഴിഞ്ഞാൽ പ്രത്യേക ഒരു ആക്ഷനാണ്. ആ മറ്റേ സോങ്ങിൽ നിങ്ങൾ കണ്ടു കാണും, ഒന്ന് ഇരുന്നിട്ട് മുക്കിയിട്ടൊക്കെ അടിക്കുക. ഇതുവരെ ആരും കളിക്കാത്ത ഷോട്ട്സ് ഒക്കെ ഇദ്ദേഹം കളിക്കും. പിന്നെ 100 സെറ്റ് ബീഡിയും വലിച്ചുകൊണ്ട് ഇദ്ദേഹം വരുമോ ക്രിക്കറ്റ് കളിക്കാൻ. കണ്ടിടത്തോളം എങ്ങനെയുണ്ട്? കണ്ടു തള്ളിയോ? വെരി ഗുഡ്, മാർവലസ്, ഫാന്റാസ്റ്റിക്, ബ്യൂട്ടിഫുൾ. ഇഷ്ടമാവും, എനിക്കറിയാം. ദാ ആ മുഖത്തുനിന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എന്താണിത്? തമ്പുരാനറിയാ. അടിച്ചിട്ട് അടി ഒന്ന് അടിക്കണം. എന്തൊക്കെയാണ് നടക്കുന്നേ? എന്തൊക്കെയാ ഇത്? പട്ടിക്കൂടെ താഴെ മക്കളെ അപരാധമാണ് മയിലുകളെ
കാണിച്ചു വെച്ചേക്കുന്നു മുഴുവൻ നശിപ്പിച്ച് കളഞ്ഞോളാം. കർത്താവിന്റെ നാമത്തിൽ ബാക്കി പറയരുത്. ഒരാണിനൊരു പെണ്ണിനോട് ഇഷ്ടം തോന്നാൻ എത്ര സമയം വേണം? ഒരാള് ജനിക്കാൻ ഇത്ര സമയം മതി. പ്രേമിക്കാൻ പക്ഷേ അതിന്റെ പകുതി സമയം മതി. അതല്ലേ പെണ്ണുങ്ങളെ കാണുമ്പോ ഒരു കണ്ണിറുക്കി കാണിക്കണത്. ഈ പറഞ്ഞൊക്കെ നിങ്ങളുടെ കാര്യങ്ങളാണ്. എന്റെ ട്രക്ക് വേറെയാ. ദൈവമേ, ഇവൻ അടുത്തിടിക്കുള്ള ടെൻഡർ ക്ഷണിക്കണ. പുന്നാര സോമന സോഫി പെണ്ണും കൂടി പാവയ്ക്കത്തോട്ടത്തില് അല്ല ഞാനിതെങ്ങനെ പറയും. തീരെ തരംതാണവരെ അങ്ങനെയൊക്കെ ചെയ്യും. പുറത്തു മാഞ്ഞ് ഉള്ളി തനി ആഭാസൻ. മോളെ ഏതോ തന്തയ്ക്ക് പെറുക്കാത്തവൻ ഇരുട്ടിട്ട് വന്ന് എന്നെ ഉമ്മ വെച്ചിട്ട് പോയടാ. സ്നേഹം കൊണ്ടാ. കൊള്ളാം, നന്നായിട്ടുണ്ട്, നല്ല കോൺസെപ്റ്റ്. കോൺസെപ്റ്റ് ഒക്കെ എന്റെ തന്നെ. ചിലർ ഇഷ്ടം പറയാൻ വേണ്ടി കുറെ പൂക്കൾ കൊടുക്കും, മറ്റു ചിലർ സമ്മാനങ്ങൾ കൊടുക്കും. ഈ പെറ്റിക്ക് നിന്നെ അത്രയ്ക്ക് ഇഷ്ടമായത് കൊണ്ടോ മനസ്സറിഞ്ഞാണ് അങ്ങനെ ചെയ്തേ. അയ്യ, അത് നല്ല വിചാരായിപ്പോയി. ഇവൻ ശരിയല്ല. ഇവന്റെ ഉണ്ടകണ്ണ് കണ്ടാലറിയാം കള്ള ലക്ഷണമുണ്ട്. ഞാനാണ് മലയാടി വാരക്കാർ. ഇങ്ങനെയൊക്കെയാ, ഒന്നും വളച്ചു കെട്ടി പറയാൻ അറിയില്ല. വയസ്സാം കാലത്ത് വല്ലാത്ത കഴപ്പാണല്ലേ. തീർത്തു തരാം. നീ സൂക്ഷിച്ചോ, ചെക്കൻ ഇത്തിരി ആക്രാന്തം കൂടുതലുള്ള കൂട്ടത്തിലാ. അത് തന്നെയാണ് സാർ എനിക്ക് വേണ്ടത്. 2 seconds later. നീ മാത്രം തൊട്ട അത് പകുതിയാവോ? ഈ അച്ഛമ്മ കൂടി തൊട്ടാലേ അത് പൂർണ്ണമാവൂ. ഇവളിത് എന്ത് ഭാവിച്ച? എന്താ എന്റെ ഉദ്ദേശം? എങ്ങനെ ഇരിക്കണം? കാക്കയുടെ വിശപ്പും മാറി, പശുവിന്റെ കടിയും മാറി എന്ന പഴഞ്ചൊല്ല് അങ്ങനെ ഇവിടെ അനർത്ഥമായിരിക്കുന്നു. ഒടുവിൽ അവരൊന്നിക്കുകയാണ്. சும்மா கேக்குறேன். எப்படி தினேஷ் உன்னால மட்டும் இப்படியெல்லாம் யோசிக்க முடியுது? എന്ത് ചെയ്യാം, ഹതഭാഗ്യരായ ഇവർക്ക് ദൈവം തലച്ചോറ് കൊടുത്തില്ല, അതിന്റെ പേരിൽ ബുദ്ധിയുമില്ല. ഇനി ആരും സൂത്രം കാണിച്ചു കേട്ടാ. എന്നടാ നടക്കുതിങ്ക? സിനിമയില് ഇതൊക്കെ വീണ് കിട്ടുന്ന ഭാഗ്യങ്ങളാണ് മാസ്റ്റർ. ഒറിജിനൽ ഫൈറ്റേഴ്സിനെ വെച്ച് കോറിയോഗ്രാഫി ചെയ്യുന്ന സീക്വൻസിനേക്കാൾ എന്ത് സ്റ്റൈലായിട്ടത്. മയിലാണ് സാധനം തോന്നിയായിരിക്കും. സംഗതി ലൈവായി. അയാളുടെ ഒരു പുതിയ കണ്ടുപിടുത്തം. ഇനി മേല ഇനി ചെവി തോണ്ടാൻ പോലും നീ പേന എടുത്തെന്നറിഞ്ഞ നിന്റെ കൈ ഞാൻ വെട്ടു. പോയിടാ അവിടെ. അവന്റെ ഒരു വെറൈറ്റി അടുത്ത രംഗം കൂടെ ഞാൻ. അന്തരാസ് കൂന്തരാസ് അവന്റെ അമ്മേരെ തള്ളേ കലിപ്പ് തീരണില്ലല്ലേ? കടന്നു പോണോ നടത്ത്. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ. ഇനി സ്വസ്ഥമായിട്ട് വണ്ടി ഈ റോഡിൽ പോട്ടെ. Meanwhile. ഓ